ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ റിയലി അപ്പോളജി ഗൈസ്. കാരണം നമുക്ക് ഒന്നൊന്നരാഴ്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. പണ്ടാറൊരു എക്സാം കയറി വന്നത് ഗൈസ്, അതുകൊണ്ടാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതായിരുന്നില്ല റയൽ മാഡ്രിഡ്, ഇതായിരുന്നില്ല ലോസ് ബ്ലാങ്കോസിന്റെ ആ ഒരു വെള്ളക്കുപ്പായം. ആ വെള്ളക്കുപ്പായ പലരും പറയാറില്ലേ, ഫുട്ബോൾ പണ്ഡിറ്റുകളെല്ലാം, ആ വെള്ളക്കുപ്പായത്തിൽ റയൽ മാഡ്രിഡ് ആരാധകർ തന്നെ പറയാറുണ്ട്, ആ വെള്ളക്കുപ്പായത്തിൽ മണ്ണും ചെളിയും പുരണ്ടേക്കാം, എന്നാൽ രക്തം പുരളാൻ പാടില്ല എന്ന്. എന്നാൽ ആ സ്ഥിതിയിലൂടെയാണ് ഇന്ന് റയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് കടന്നു പോകുന്നത്. ഇന്നലെ അവരുടെ മത്സരം സാബി അലോൻസോ എന്ന പരിശീലകനെ പുറത്താക്കിയതിനു ശേഷമുള്ള അവരുടെ ആദ്യ മത്സരം എന്നിട്ട് കാര്യമുണ്ടായില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. 3-2 സ്പാനിഷ് ലീഗിന്റെ രണ്ടാം ഡിവിഷനിൽ സെക്കൻഡ് ലീഗിൽ കളിക്കുന്ന ക്ലബിൽ 17ാം സ്ഥാനത്തുള്ള ക്ലബ്ബുമായി അവർ ഇന്നലെ 3-2 ചരിത്രമേറെ പറയാനുള്ള എംബാപ്പെ ഉൾപ്പെടെയുള്ള പല ഇതിഹാസങ്ങളെ സമ്മാനിച്ച ആ ക്ലബിന് എന്താണ് സംഭവിക്കുന്നത് ഓർക്കണം. ആവശ്യത്തിന് പണം എടുത്തു കാണിക്കാനുണ്ട്, ആഡംബരത്തിന്റെ അങ്ങേയറ്റം കാണിക്കാനുണ്ട്, തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന റൂഫുള്ള സ്റ്റേഡിയം ഉണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും റിസൾട്ടുകൾ മാത്രം എന്തുകൊണ്ടാണ് അകന്ന് നിൽക്കുന്നത്? റയൽ മാഡ്രിഡ് ആരാധകർ ഏറെ സ്തുതിപാടി വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, പപ്പ പെറസ്. അതെ, ഫ്ലോറന്റീനോ പെറസ് എന്ന ആ അധികായനായ മനുഷ്യൻ. അദ്ദേഹത്തിന് എല്ലാം പിഴയ്ക്കുകയാണോ? കാരണം നിങ്ങൾ നോക്കുക, ഇപ്പോ 3-2 തോറ്റു എന്ന് പറഞ്ഞല്ലോ. സാബി അലോൻസോ എന്ന പരിശീലകൻ പുറത്ത് ചിരവൈരികളായ ബാർസലോണയോട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട്, മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള പോരാട്ടമായിരുന്നു. എന്നാൽ ഇപ്പോ ബാർസലോണ ആ ഒരു എൽ ക്ലാസിക്കോയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് തുടങ്ങിയത് എവിടെ നിന്നറിയാവോ ഗൈസ്? കാർലോ ആൻസലോട്ടി എന്ന ഡോൺ കാർലോ, റയൽ മാഡ്രിഡ് ആരാധകരുടെ ഡോൺ കാർലോ, ആ അധികായനായ പരിശീലകൻ ടീം വിട്ടത് മുതൽ തുടങ്ങിയതാണ് ഈ റയൽ മാഡ്രിഡിന്റെ കഷ്ടകാലം. പക്ഷേ അവിടെ പാപ്പ പെറസ് എന്ന റയൽ മാഡ്രിഡ് ആരാധകരുടെ സ്വന്തം ഫ്ലോറന്റീനോ പെറസ് തന്റെ തീരുമാനം വീണ്ടും ഷാർപ്പാണെന്ന് തെളിയിച്ചു. കാരണം അദ്ദേഹം സാബി അലോൻസോ എന്ന 120 വർഷങ്ങൾക്ക് ശേഷം എടുത്തു പറയാൻ വലിയൊരു പ്രൊഫൈലൊന്നും ഇല്ലാതെ 120 വർഷങ്ങൾക്ക് ശേഷം ജർമ്മൻ ക്ലബ്ബായ ബയർ ലെവർക്യൂസനെ ചാമ്പ്യന്മാരാക്കിയ ആ ഒരു പരിശീലകനെ കൊണ്ടുവരുന്നു. ആദ്യമൊക്കെ സാബിയോയ്ക്ക് കീഴിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു റയൽ മാഡ്രിഡിന്റെ മുന്നോട്ട് പോക്ക്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറയാവുന്നത് കുറച്ച് എക്സാമ്പിളുകളിലൂടെ പറയാം. ഒന്ന്, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാമും വിനീഷ്യസ് ജൂനിയറും എംബാപ്പയും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുള്ള ഒരു സ്ക്വാഡുമായാണല്ലോ സാബി അലോൻസോയുടെ യാത്ര തുടർന്നത്. വിനി ജൂനിയർ ഒരു മത്സരത്തിന്റെ ഇടയ്ക്ക്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അദ്ദേഹം ഇങ്ങനെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, തന്റെ സ്വന്തം കോച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. പിന്നീട് അദ്ദേഹം മാപ്പ് പറയുകയൊക്കെ ചെയ്തു. പിന്നീട് റീസെന്റ് ആയി നടന്ന സംഭവം, അതായത് ബാർസലോണയോട് തോറ്റല്ലോ, ആ കിരീടം നഷ്ടമായപ്പോൾ കിരീടം നഷ്ടമായപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ പേരിൽ സാബി അലോൻസോ തന്റെ പിള്ളേരോട് പറഞ്ഞു, എടാ മക്കളെ, ആ ഒരു അതായത് ഗാഡഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എംബാപ്പയുടെ മിസ്ബിഹേവിയർ നമ്മൾ കണ്ടതാണ്. അതായത് സ്വന്തം പരിശീലകൻ പറയുകയാണ് ഒരു ഗാഡഫോൺ നൽകാൻ, അപ്പോൾ പോലും തയ്യാറാകുന്നില്ല. ഡിസംബറിലെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നതാണ് റയൽ മാഡ്രിഡിന്റെ ഡ്രസ്സിംഗ് റൂം പുകയുകയാണെന്ന്. അത് ഏതാണ്ട് ശരിവെക്കുന്നതായിരുന്നു ഈ അടുത്ത് കണ്ട സംഭവങ്ങളെല്ലാം. സാബി അലോൻസോയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം പരിശീലകനിൽ പോലും ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് പലർക്കും എതിർപ്പുണ്ടായിരുന്നു എന്ന് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. അതും താരങ്ങൾക്ക് മേൽ ഉത്തരവാദിത്തമുണ്ട് റയൽ മാഡ്രിഡിന്റെ ഈ ഒരു അവസ്ഥയിൽ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ഉത്തരവാദിത്വമുണ്ട്. സാബി അലോൻസോ ഇട്ടിട്ട് പോയതോ പെർസങ്ങേറെ ചോട്ടി പുറത്താക്കിയതോ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെയാണ് അത് തുടരുന്നത്. റയൽ മാഡ്രിഡിന്റെ അവസ്ഥ കഷ്ടം. അപ്പുറത്ത് മറ്റൊരു യൂണിവേഴ്സിൽ എന്താണ് ഗൈസ് അവസ്ഥ? ബാർസലോണ, ലയണൽ മെസ്സി എന്ന ഇതിഹാസം പോയതിനു ശേഷം
എന്താ ബാർസലോണ ഇനി ഇല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇന്ന് അവർ എവിടെയാണ്? സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് അവർ വലയും, അധികം വൈകാതെ പൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞ ആ ബാർസലോണ ജോൻ ലപ്പോർട്ട എന്ന പ്രസിഡന്റ് മികച്ച രീതിയിലാണ് കൊണ്ടുവന്നത്. അതിനെപ്പറ്റി വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ കളിച്ച മണ്ണ്, സിദാനും ഉൾപ്പെടെ ഇതിഹാസങ്ങൾ കളിച്ച മണ്ണ്, എംബാപ്പെ, വിനി ജൂനിയർ, ജോർഡ് ബെല്ലിംഗാം ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ കളിക്കുന്ന മണ്ണ്. അങ്ങനെ ലോക ഫുട്ബോളിന് ഒരുപാട് ഇതിഹാസങ്ങളെ സമ്മാനിച്ച, ലോക ഫുട്ബോളിന് ഒരുപാട് സൂപ്പർ താരങ്ങളെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തെ മാഡ്രിഡ് എന്ന ഫുട്ബോൾ ജീവനും ജീവശ്വാസമാക്കിയ ഒരു നഗരത്തെ പ്രതിനിധാനം ചെയ്യുന്ന റയൽ മാഡ്രിഡ് എന്ന ക്ലബിന് ഈ അവസ്ഥയുണ്ടെന്നാണ് സത്യമായ വിഷമമുണ്ട്. എന്തായാലും ഇതെല്ലാം മാറി ആ ഒരു പഴയ എൽ ക്ലാസിക്കോടെ സ്പിരിറ്റിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ഇപ്പൊ ബ്രെഡ് വെച്ചിട്ട് വന്നതിൻ്റെയാണ് ഈ ഒരു സംസാരിക്കുമ്പോൾ ഒരു ഇത് എന്തെങ്കിലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞേക്കൊന്ന് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ബൈ.